Hi friends, ഞാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ചിക്കു ഷേക്കുമായിട്ടാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് പോകാം. അപ്പോൾ ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സപ്പോട്ട ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ തണുത്ത പാലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. കുറച്ച് മിൽക്ക് ക്യൂബും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഒരുപാട് തണുപ്പ് വേണമെങ്കിൽ ജസ്റ്റ് പാല് മാത്രം ഒന്ന് തണുപ്പിച്ചിട്ടെടുത്താൽ മതി. ഈ മിൽക്ക് ക്യൂബ് ഞാൻ നേരത്തെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ തണുത്ത പാല് മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ പാല് വേണമെങ്കിൽ നമുക്ക് തിളപ്പിച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ തിളപ്പിക്കാത്ത പാലാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ സപ്പോട്ടേൻ്റെ തോലും കുരുവും കളഞ്ഞൊന്ന് എടുക്കണം. അപ്പോൾ അതിനായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നേരെ നടുവേ മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സപ്പോട്ട ഇത് മൊത്തം വേണ്ട, അപ്പോൾ ആവശ്യമുള്ളത് മാത്രം നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം ഒരു 8 സപ്പോട്ട എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നമുക്കിപ്പോൾ കുറേ വേണമെങ്കിൽ കുറച്ചധികം നമുക്ക് വേണം, കുറച്ച് മതിയിൽ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഈ കുരു ആദ്യം മാറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള പഴം നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ തോല് കളഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ, എളുപ്പത്തിൽ തോല് കളഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അതേപോലെ ചെയ്യാം. അപ്പോൾ എനിക്ക് ഇതാണ് കൂടുതലായിട്ട് ഈസി ആയിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് ചെയ്ത് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതിലുള്ളിലുള്ള പഴം മൊത്തം കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. നേരത്തെ ഞാൻ ലെമൺ ജ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാം ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ജാറിലേക്ക് മുഴുവൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഏകദേശം ഒരു 3 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമുക്കിനി മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതേപോലെ അതിലേക്ക് നമുക്ക് ആ മിൽക്ക് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടിച്ചെടുക്കണം. അത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല തിക്കായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുക്കണം അതിലേക്ക്. ഇനി അതിൽ മധുരമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് മധുരം കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മധുരം അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇതൊന്നും കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് കറക്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കു ഷേക്ക് റെഡിയായി. ഞാനത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുവാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.